ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യയിലെ ഉപ്പേരിയാണ്. അപ്പോൾ വടക്കോട്ട് ഉപ്പേരി എന്ന് പറയും, തെക്കോട്ടേക്ക് പോകുമ്പോൾ തോരൻ എന്നും പറയും. അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാറ് നാടൻ വിഭവങ്ങൾ വെച്ചിട്ടാണ്, അതായത് കായ പയർ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കായയും പയറും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഓണത്തിനും സദ്യക്കൊക്കെ ഈ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാറ്. അതായത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ വെച്ചിട്ടുള്ള ഒരു സദ്യയിൽ ഒരു ഉപ്പേരി. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല നാടൻ ഉപ്പേരി തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് പയറും കായും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കഷ്ണമായിട്ട് നീളത്തിലുള്ള പയറില്ലേ, അതൊരു 200 ഗ്രാം, പിന്നെ ഒരു 5 ചെറിയ കായാണ് എടുത്തുള്ളത്. അപ്പോൾ കായ നിങ്ങൾക്ക് വലുതോ ചെറുതോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നീളത്തിലും കായ ഇതുപോലെ ചെറുതാക്കിയിട്ട് 4ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തത്. പിന്നെ ഇതെല്ലാം കൂടി നമുക്കൊരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീഞ്ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങൾ അളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് ചോറിൻ്റെ കൂടെ ആകുമ്പോൾ ഉപ്പേരിക്ക് നല്ലോണം വേണ്ടി വരും. അപ്പോൾ ചോറിൻ്റെ കൂടെ ആകുമ്പോൾ ഉപ്പേരി അധികം ആവില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒക്കെ കഴിക്കുമ്പോൾ ഉപ്പ് കുറച്ചിടുക. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഉപ്പേരിൽ ഒഴിക്കേണ്ട, അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഈ ഒരു അളവിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് പാകത്തിന് വേവായി വരുമ്പോഴേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അതിൽ ബീറ്റ്റൂട്ട്, ക്യാബേജ് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പണ്ടൊക്കെ പഴമക്കാരൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന നാടൻ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഉപ്പേരികളാണ്. അപ്പോൾ ഞാൻ ഏകദേശം 10-15 മിനിറ്റോളായി വെച്ചിട്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചില കഷ്ണങ്ങൾ കായ ആയിക്കോട്ടെ എന്താണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് വേവ് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോഴത്തെ പച്ചക്കറിയൊക്കെ വേവിലും എല്ലാത്തിലും വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ നന്നായിട്ട് കണ്ടോ, വെള്ളമൊക്കെ പാകത്തിന് വറ്റി പാകത്തിന് കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, നമുക്ക് പപ്പടം കാച്ചി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പപ്പടം കാച്ചി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് നോക്കിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉപ്പേരിക്ക്. അപ്പോൾ ആ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഒന്നുകൂടി നന്നായിട്ട് ആ ചൂട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്നുകൂടി ആ ഉപ്പേരിലേക്ക് നന്നായിട്ട് പിടിക്കും. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അത് കിടത്ത് ആ ചൂടിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മെഴുക്ക് പുരട്ടി അഥവാ നമ്മൾ സദ്യയിലൊരു പ്രധാനപ്പെട്ട വിഭവമാണ് ഉപ്പേരി അല്ലെങ്കിൽ തോരൻ. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും, ഒരു പണിയുമില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പപ്പടത്തിൻ്റെ കാച്ചി വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക് യു.